ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ബി വസീഫ് കൂടി ചേരുന്നു. വസീഫ്, ഡിവൈഎഫ്ഐ ദില്ലിയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയാണ്. രാജ്യവ്യാപകമായി കഴിഞ്ഞ ദിവസം മുംബൈയിലടക്കം ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ഇന്നലെ അർദ്ധരാത്രി പ്രധാനമന്ത്രി രാജ്യത്തോട് അഭിസംബോധന ചെയ്തു സമൂഹ മാധ്യമത്തിലൂടെ. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെക്കുറിച്ച് പ്രധാനമന്ത്രി ഒരക്ഷരം പോലും പറയുന്നില്ല. വസീഫ്, അതെ, ഇവിടെ നമ്മുടെ രാജ്യം വലിയ ഒരു പരീക്ഷാ തട്ടിപ്പിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. തുടർച്ചയായി CBSE +2 പരീക്ഷ, അതുപോലെ നീറ്റ് മെഡിക്കൽ പരീക്ഷ, യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷനുകൾ, നെറ്റ് എക്സാമിന്റെ ചോദ്യപേപ്പറുകൾ, ഇങ്ങനെ ഒരു ഗൗരവമില്ലാതെ രാജ്യം നേരിട്ട് നടത്തുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്താൽ നടത്തുന്ന പരീക്ഷകളിലെല്ലാം വലിയ ക്രമക്കേടുകൾ നടക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു പ്രതീക്ഷയും ഈ വിദ്യാഭ്യാസ വകുപ്പിൽ ഇല്ലാത്ത സാഹചര്യം വരുന്നു. അവർ ഉറക്കളച്ച് പഠിച്ച് മെറിറ്റ് പ്രതീക്ഷയോടുകൂടി പരീക്ഷ എഴുതുമ്പോൾ ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ ഈ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നത് പോലെ കിട്ടുന്ന സാഹചര്യത്തിൽ അവർ വലിയ നിരാശയിലും വലിയ പ്രയാസത്തിലും പോകുന്നു, ആത്മഹത്യയിൽ അഭയം കാണുന്നു. ആ സാഹചര്യത്തിലാണ് രാജ്യത്താകമാനം ഇതുപോലെയുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നത്. ആ പ്രക്ഷോഭത്തിന്റെ ഒരു ഭാഗത്ത് CJP ഉണ്ട്, ഞങ്ങൾ DYFI, SFI, അതുപോലെ മറ്റ് സംഘടനകളെല്ലാം ഉണ്ട്. DYFIയും SFIയും തുടക്കം മുതൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകളാണ്. ഞങ്ങൾ എവിടെയും ഈ സമര എല്ലായിടത്തും ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സ്വാധീനമുള്ളിടത്തെല്ലാം കേന്ദ്ര ഗവൺമെന്റിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയുന്ന ഒരു സംഘടനയാണ്. ഞങ്ങളുടെ അഖിലേന്ത്യാ നേതൃത്വം അവിടെ അഖിലേന്ത്യാ സെക്രട്ടറിയും പ്രസിഡന്റും എല്ലാം അവിടെ തന്നെയുണ്ട്. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആ സമര കേന്ദ്രത്തിൽ സമര പോരാളികളോടൊപ്പം ജന്തർ മന്ദിറിലുണ്ട്. ഇപ്പോ പ്രധാനമന്ത്രി പറയുന്നത് ഒരു ഒളിച്ചോടുന്ന നടപടി പോലെയാണ്. യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് പ്രധാനമന്ത്രി. ഇതിന്റെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കണ്ടേ? ഇവർക്കല്ലേ ഇതിന്റെ ഉത്തരവാദിത്വം? ഈ പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി രാജിവെച്ചതിന് ശേഷമല്ലേ അന്വേഷണം നടത്തേണ്ടത്? ഇത്രയും വലിയ ക്രമക്കേടുകൾ നടക്കുമ്പോൾ അതിൽ മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് കഴുകഴുകി പോകാൻ ഈ കേന്ദ്ര ഗവൺമെന്റിന് സാധിക്കുമോ? സാധിക്കില്ല എന്ന് തന്നെയാണ് രാജ്യത്തെ യുവജന വിദ്യാർത്ഥി പോരാളികളും അവരെ നോക്കിക്കാണുന്നവരും എല്ലാം പറയുന്നത്. അതുകൊണ്ട് ശക്തമായ പ്രക്ഷോഭം തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. വസീഫ്, 22 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. ആ മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് ഒരു നഷ്ടപരിഹാരം എന്നുള്ള ആവശ്യം ഈ സമരത്തിന്റെ ഭാഗമായി ഉയർന്നു വരുന്നുണ്ട്. അത് മാത്രവുമല്ല, നമുക്കറിയാം BJP സർക്കാർ 2014 അധികാരത്തിൽ വന്നതിന് ശേഷം 3 തവണ നീറ്റിന്റെ ചോദ്യപേപ്പർ മാത്രം ചോർന്നു. അപ്പോ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുന്ന സമയത്ത് ചോദ്യപേപ്പർ ചോർന്നെങ്കിൽ എന്താ, ഞങ്ങൾ പകരം പരീക്ഷ നടത്തിയില്ലേ? എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ സർക്കാർ ഈ കുട്ടികളുടെ വിഷയങ്ങളെ കാണുന്നത്? അത് മാത്രവുമല്ല, ഇത്രയും വലിയൊരു സമരം ഉയർന്നു വരുമ്പോൾ മാത്രമാണ് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നത്. അവിടെ പക്ഷേ ധർമ്മേന്ദ്ര പ്രധാനെ അദ്ദേഹം സ്പർശിക്കുന്നതേയില്ല. വസീഫ്, അതെ, ഒരേ പരീക്ഷ നിരവധി തവണ ചോരുകയും അതിന്റെ ചോദ്യപേപ്പറുകൾ ഇവിടെ മാർക്കറ്റിൽ വില കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് നിഷ്പക്ഷമായി സുതാര്യമായി ഈ പരീക്ഷകളൊക്കെ നടത്തും എന്നുള്ള പ്രതീക്ഷയാണ് നഷ്ടപ്പെടുന്നത്. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളാണ് ഇവിടെ ആത്മഹത്യ ചെയ്യുന്നത്, മറ്റു മാർഗമില്ലാതെ ജീവൻ അവസാനിപ്പിക്കുന്നത്. അവർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കുക, അതോടൊപ്പം തന്നെ ഇനിയൊരു കുട്ടിയും ഈ രാജ്യത്ത് ഒരു കുഞ്ഞിന്റെയും കണ്ണീര് വീഴരുത് എന്ന നിലക്കുള്ള നടപടികൾ സ്വീകരിക്കണം. ശക്തമായ നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഭാവിയിൽ ഇത് ആവർത്തിക്കാതിരിക്കൂ. അതിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തന്നെ രാജിവെച്ച് അന്വേഷണത്തെ നേരിടണം. എന്നിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഇതിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. നന്ദി. ബി വസീഫ്, DYFI സംസ്ഥാന പ്രസിഡന്റ് പ്രതികരിച്ചതിന്.